നമുക്കിന്ന് തെന്നാലി രാമൻ്റെ കഥ കേട്ടാലോ? ഭാരത ചരിത്രത്തിൽ 16-ാം നൂറ്റാണ്ടിൽ വിജയനഗരം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായർ വളരെ പ്രശസ്തനായിരുന്നു. പണ്ഡിതന്മാരെ അദ്ദേഹം ആദരിച്ചിരുന്നു. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങൾ പോലെ ദേവരായ സദസ്സിൽ അഷ്ടദിഗ്ഗജങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ. കൃഷ്ണ ജില്ലയിലെ ഗർലപ്പാട് ഗ്രാമത്തിലാണ് രാമൻ്റെ ജനനം. രാമൻ്റെ അച്ഛനായിരുന്നു രാമയ്യ. ഗർലപ്പാട് രാമയ്യ എന്ന് അയാളെ എല്ലാവരും വിളിച്ചു വന്നു. രാമൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ മരിച്ചു. അതോടെ തെനാലിയിലുള്ള അമ്മയുടെ വീട്ടിൽ രാമൻ താമസമായി. അങ്ങനെയാണ് രാമൻ തെനാലി രാമനായത്. തെനാലി രാമൻ ബാല്യത്തിൽ ഒരു തെമ്മാടി രാമനായിരുന്നു. പഠിക്കാൻ വിട്ടാൽ അവൻ കുസൃതികൾ കാട്ടും. ഒരിക്കൽ ഗുരുവിനെ അവൻ പറ്റിച്ചു. അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൽ കുറേ ചീഞ്ഞ പഴങ്ങൾ രാമൻ പെറുക്കി വെച്ചു. ഗുരു അതിന്മേൽ ഇരുന്നു. അപമാനിതനായ അദ്ദേഹം രാമനെ കിഴുക്കാൻ തൂക്കായി കെട്ടിയിട്ടടിച്ചു. എന്നിട്ടും രാമൻ നേരെയായില്ല. ഗുരുവിനോട് ശണ്ട കൂടാതിരിക്കാൻ രാമന് കഴിയുമായിരുന്നില്ല. എങ്കിലും രാമൻ ബുദ്ധിമാനായിരുന്നു. ഗുരു പറയുന്നതെല്ലാം തന്നെ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ രാമൻ പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ രാമൻ്റെ പഠിപ്പ് അവസാനിച്ചു. വീട്ടിൽ പട്ടിണിയാണ്. എന്നാൽ രാമൻ ജോലിക്ക് പോയില്ല. മടിയാണ്. വായാടി ആയതുകൊണ്ട് കണ്ടവരെയെല്ലാം കളിയാക്കും. അങ്ങനെ അവൻ്റെ നാക്കും നാട്ടുകാരുടെ കൈയും നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു. രാമന് വീട്ടിൽ ഭക്ഷണത്തിന് മുട്ടുണ്ടായിരുന്നെങ്കിലും നാട്ടിൽ തല്ലിന് മുട്ടുണ്ടായിരുന്നില്ല. തല്ല് കിട്ടുമെന്ന് കരുതി നുണയോ മുഖസ്തുതിയോ പറയാൻ രാമൻ തയ്യാറല്ലായിരുന്നു. ധീരത രാമൻ്റെ ഒരു ഗുണമായിരുന്നു. ആ ഗുണം രാമന് പല നേട്ടങ്ങളും ഉണ്ടാക്കി. ഒരിക്കൽ തെനാലിയിൽ അതികഠിനമായ വരൾച്ചയുണ്ടായി. കുളങ്ങളും കിണറുകളും വറ്റി. നദിയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. കൃഷിയൊക്കെ നശിച്ചു. നാട്ടിൽ മുഴുക്കെ പട്ടിണിയായി. നാട്ടുകാർ കൂട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. മുനിമാർ മന്ത്രങ്ങൾ ചൊല്ലി ഹോമം നടത്തി. എന്തൊക്കെ ചെയ്തിട്ടും മഴ പെയ്യുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു വിഖ്യാതനായ സന്യാസി തെനാലി ദേശത്തെത്തി. സന്യാസി നാട്ടിൽ കാലെടുത്ത് വെച്ചതോടെ മഴ പെയ്തു തുടങ്ങി. നല്ല മഴ. നാട്ടിലെങ്ങും ഉത്സാഹം. എല്ലാവരും മഹർഷിയെ വാഴ്ത്തി. മഹർഷി വന്നതുകൊണ്ടാണ് മഴ പെയ്തത്. മഹർഷി വന്നില്ലെങ്കിൽ തെനാലി ഗ്രാമം മരുഭൂമിയായിപ്പോയേനെ. ജനങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ബഹുജനങ്ങളുടെ ഈ സംസാരം ബുദ്ധിമാനായ തെനാലി രാമന് ഇഷ്ടമായില്ല. അവൻ പറഞ്ഞു, മഹർഷി വന്നതുകൊണ്ടല്ല മഴ പെയ്തത്. അദ്ദേഹം വന്നില്ലെങ്കിലും മഴ സമയത്ത് പെയ്യുക തന്നെ ചെയ്യും. വെറുതെ വല്ലതും പറഞ്ഞ് മുനിയുടെ ശാപം മേടിക്കണോ കുട്ടി? തങ്ങൾക്ക് ആരാധ്യനായ മഹർഷിയെ കൊച്ചാക്കി സംസാരിച്ചതിൻ്റെ പേരിൽ അവർ അവനെ തല്ലാൻ പുറപ്പെട്ടു. അപ്പോൾ രാമൻ ഒരു കഥ പറയാൻ തുടങ്ങി. കരിമ്പനയിൽ പനമ്പഴങ്ങൾ വീഴാറായി നിൽക്കുമ്പോൾ ഒരു കാക്ക കരിമ്പനയിൽ ചെന്നിരുന്നു. കാക്ക ചെന്നിരുന്നത് കൊണ്ട് കരിമ്പനയ്ക്ക് ഒരു അനക്കവും ഉണ്ടായില്ല. എങ്കിലും വീഴാൻ നിന്നിരുന്ന പനമ്പഴം താനെ താഴെ വീണു. ഇത് കണ്ട ഒരു വിഡ്ഢി പറഞ്ഞു, കാക്ക വന്നതുകൊണ്ടാണ് പനമ്പഴം വീണത് എന്ന്. രാമൻ ഈ കഥ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ വഴിക്ക് പ്രശസ്തനായ ആ മഹർഷി വരാനിടയായി. ജനങ്ങൾ മഹർഷിയോട് രാമൻ ഒരു ധിക്കാരിയാണെന്ന് ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. അവർ പിന്നെയും രാമനെ തല്ലാൻ വട്ടം കൂട്ടി. പക്ഷേ മഹർഷി അവരുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. വിവേകിയും വിജ്ഞാനിയുമായ അദ്ദേഹം രാമനോട് സംസാരിച്ചു. മഹർഷി രാമൻ്റെ അറിവ് കണ്ട് അത്ഭുതപ്പെട്ടു. രാമൻ്റെ ബുദ്ധിയെയും സ്വതന്ത്ര ചിന്തയെയും അദ്ദേഹം അഭിനന്ദിച്ചു. നീ ഇവിടെ അടുത്തുള്ള കാളീക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രിക്ക് പോകണം. അവിടെ ചെന്നിരുന്ന് മന്ത്രം ജപിക്കണം. ദേവി നിന്നെ അനുഗ്രഹിക്കും. മഹർഷി രാമന് ജപിക്കാനുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ശേഷം സ്ഥലം വിട്ടു. ജനങ്ങൾ തങ്ങളുടെ വിഡ്ഢിത്തമോർത്ത് അന്യോന്യം നോക്കി നിന്നു. അവസാനം അവരും രാമൻ്റെ ബുദ്ധിയെയും ധൈര്യത്തെയും പ്രശംസിച്ചു. അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ച് രാമൻ കാളിയുടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രി സമയം. ദേവി പുറത്തു പോയിരിക്കുകയാണ്. വാതിൽ അടച്ചില്ല. രാമൻ അകത്തു കടന്നു. ദേവിയുടെ പീഠത്തിലിരുന്ന വിഗ്രഹത്തിനു മുമ്പിൽ രാമൻ സാഷ്ടാംഗം പ്രണമിച്ചു. ഗുരു ഉപദേശിച്ചു കൊടുത്ത മന്ത്രം രാമൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. അവൻ ഉറങ്ങിപ്പോയി. ദേവിയുടെ വരവായി. അസുരന്മാരുടെ രക്തം കുടിച്ചത് ദംഷ്ട്രങ്ങളിൽ നിന്ന് ഇറ്റു വീഴുന്നു. 1000 മുഖങ്ങൾ. ആ ഭീകരരൂപം കണ്ടാൽ ജീവനുള്ള ആരും പേടിച്ചു പോകും. രാമൻ തല ഉയർത്തി നോക്കി. ദേവി മുന്നിൽ നിൽക്കുന്നു. 1000 മുഖത്ത് 1000 മൂക്കുകൾ രാമൻ കണ്ടു. രാമൻ തൻ്റെ നോട്ടം താഴോട്ടിറക്കി. ദേവിക്ക് ആകെ 2 കൈകൾ മാത്രമേ കാണാനുള്ളൂ. രാമൻ ചിരിച്ചു. അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്താ ഈ കുട്ടി ചിരിക്കുന്നത്? ദേവി ചോദിച്ചു.
അടിയന് ഒരു മൂക്കേ ഉള്ളൂ. എന്നിട്ടും ജലദോഷം വന്നാൽ ആ മൂക്കിൽ നിന്നും ജലം ചാടുമ്പോൾ തുടയ്ക്കാൻ എന്തൊരു പാടാണെന്നോ. അവിടത്തേക്ക് 1000 മൂക്ക്. 1000 മൂക്കിലും ജലദോഷം വന്നാൽ അവിടുന്ന് എന്താ ചെയ്യുക? ഹ ഹ ഹ ഹ ഹ. രാമൻ വീണ്ടും ചിരിച്ചു. രാമൻ്റെ കൂസലില്ലായ്മയും ഫലിതബോധവും ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദേവി 2 പൊൻകിണ്ണങ്ങളെടുത്ത് രാമൻ്റെ മുന്നിൽ കാണിച്ചു. ഭംഗിയുള്ള ആ 2 കിണ്ണങ്ങളിലും നിറയെ പാൽ. വലത്തെ കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ അറിവുള്ളവനാകും. ഇടത്തെ കിണ്ണത്തിലെ പാൽ അല്പം പുളിപ്പുള്ളതാണ്. അത് നീ കുടിക്കുകയാണെങ്കിൽ നീ പണമുള്ളവനാകും. ദേവി പാലിൻ്റെ സിദ്ധി വിശദീകരിച്ചു. രാമന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം. രാമൻ പാൽ വാങ്ങി കുടിക്കാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. അമ്മേ, പണം പുളിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രാമൻ ദേവിയോട് ചോദിച്ചു. കുട്ടി, പണം സമ്പാദിക്കുന്ന മാർഗം മധുരമല്ലാത്തത് കൊണ്ടാണ് പണം പുളിക്കുന്നത്. ദേവിയുടെ മറുപടി. എനിക്ക് 2 പാത്രത്തിലെ പാലും രുചിച്ചു നോക്കണം. തൊട്ടു നോക്കിക്കോളൂ. ദേവി 2 പാത്രവും രാമൻ്റെ അരികിലേക്ക് നീട്ടിവെച്ചു. തൊട്ടു രുചി നോക്കാനാണ് ദേവി പറഞ്ഞതെങ്കിലും കുസൃതിക്കാരനായ രാമൻ 2 കിണ്ണത്തിലും കൈകൾ അടിവരെ താഴ്ത്തി നിറയെ കോരിയെടുത്ത് വായിലൊഴിച്ച് പാൽ കുടിച്ചു. രാമൻ ഇങ്ങനെ ചെയ്യുമെന്ന് ദേവി പ്രതീക്ഷിച്ചില്ല. കുട്ടി, നീ എന്താണ് ഈ കാണിച്ചത്? ദേവി ദേഷ്യപ്പെട്ടു. കുട്ടിയുടെ ചോദ്യത്തിന് രാമൻ ശാന്തനായി മറുപടി നൽകി. അടിയന് 2ഉം വേണം. അതെന്താ? ബുദ്ധിയില്ലാഞ്ഞാൽ ജീവിക്കാൻ രസമുണ്ടാവില്ല, പണമില്ലാഞ്ഞാൽ ജീവിക്കാൻ സുഖമുണ്ടാവില്ല. രാമൻ താൻ ചെയ്ത അതിക്രമത്തിന് വിശദീകരണം കൊടുത്തെങ്കിലും ദേവിയുടെ ദേഷ്യം അടങ്ങിയില്ല. 1 പാത്രത്തിലെ പാൽ കുടിക്കാൻ ഞാൻ പറഞ്ഞിട്ട് നീ 2ഉം കുടിച്ചു കളഞ്ഞു. അങ്ങനെ എന്നോട് ധിക്കാരം കാട്ടിയതിന് നീ ശിക്ഷ അനുഭവിക്കണം. നീ ഒരു വികട കവിയാകും. ദേവി രാമനെ ശപിച്ചു. വികട കവി, നല്ല പേര്. മുന്നോട്ട് വായിച്ചാലും പിന്നോട്ട് വായിച്ചാലും വി ക ട ക വി, വാക്ക് ഒന്നു തന്നെ. രാമൻ മനസ്സിലോർത്തു. രാമൻ ദേവിയുടെ കാൽക്കൽ വീണ് മാപ്പിരന്നു. അമ്മേ, ക്ഷമിക്കണം. അടിയന് വിവേകമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. അടിയനോട് ക്ഷമിക്കണം. രാമൻ്റെ ഈ വാക്കുകളൊന്നും ദേവിയിൽ മാറ്റമുണ്ടാക്കിയില്ല. രാമൻ വീണ്ടും താണുകയാണ് അപേക്ഷിച്ചു. അമ്മേ, മാപ്പു തരണം. അടിയനെ അനുഗ്രഹിക്കണം. രാമൻ്റെ വിലാപം കേട്ട് ദേവി കനിഞ്ഞു. ഞാൻ നിനക്ക് മാപ്പു തരുന്നു. ദേവി ശാന്തയായി മൊഴിഞ്ഞു. നീ ഒരു മഹാകവിയാകും. ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വിദൂഷകനാകും. ദേവി രാമനെ പിടിച്ചുയർത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. രാമൻ കൃതജ്ഞതയോടെ ദേവിയുടെ മുഖത്ത് നോക്കി. അവർ തുടർന്നു. നീ വിജയനഗര രാജാവായ കൃഷ്ണദേവരായരെ ചെന്നു കാണൂ. അദ്ദേഹം നിന്നെ കൊട്ടാരത്തിൽ വിദൂഷകനായി നിയമിക്കും. ദേവിയുടെ വാക്കുകൾ കേട്ട് രാമൻ തലകുനിച്ചു കണ്ണടച്ചു നിന്നു. ദേവി രാമനെ അനുഗ്രഹിച്ചുകൊണ്ട് അപ്രത്യക്ഷയായി. രാമൻ കണ്ണു തുറന്നു തലയുയർത്തി നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല. പാൽ കിണ്ണങ്ങളും കാണാനില്ലായിരുന്നു. അർദ്ധരാത്രി അമ്പലത്തിൽ കിടന്ന് താൻ സ്വപ്നം കണ്ടതല്ലേ ഇതെല്ലാം എന്ന് രാമൻ ചിന്തിച്ചു. തെന്നാലി രാമൻ്റെ കഥയുടെ ബാക്കി ഭാഗം പിന്നെ കേൾക്കാം.